ഹലോ. കൺട്രോൾ ഡിയുടെ നല്ലൊരു നെബുലൈസർ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് മസ്റ്റായിട്ട് ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിത് യൂസ് ചെയ്തു, എനിക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണിക്കുന്നതാണ് ഇൻഹൈലർ പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു വാൾവ് ഉണ്ട്. ഇവിടെയാണ് നമ്മളെ സ്റ്റീം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇത് പർച്ചേസ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് 2 മാസ്ക് കിട്ടും. ഒന്ന് അഡൾട്ട്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കാണ്, ഒന്ന് കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കാണ്. അഡൾട്ട്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്ക് ഞാൻ നിങ്ങൾക്കൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. മിക്ക ആൾക്കാർക്കും ഇത് അറിയാൻ പറ്റും, കുറേ വീടുകളിൽ ഇത് യൂസും ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇത് യൂസ് ചെയ്യാത്ത ചിലരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാസ്കിൻ്റെ 2 അറ്റത്തായിട്ട് 2 ഹോൾസ് ഉണ്ട്. ഇത് ബ്രിത്ത് ഇൻ ബ്രിത്ത് ഔട്ട് ഈസി ആയിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് കിഡ്സിനുള്ള മാസ്കാണ്. ഇത് തികച്ചും യൂസർ ഫ്രണ്ട്ലി ആണ്. അതേപോലെ അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് മാസ്ക് വെക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് വേദനയൊന്നും ഉണ്ടാകത്തില്ല, ആ ഒരു ഭയം വേണ്ടേ വേണ്ട. പിന്നെ അത് കൂടാതെ തന്നെ ഇതിൻ്റെ കണക്ഷൻസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ഷനാണ്. ഇതിനൊരു ചാർജിങ് പ്ലഗിലേക്ക് നമുക്കിത് പ്ലഗ് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. ഇതിവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അതിനുശേഷം ഈ ഇൻഹൈലറിൽ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഹേൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന റെസ്പിറേറ്ററി സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആസ്തലിനാണ്. ഇതിൻ്റെ എമൗണ്ട് നമുക്ക് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം 1 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2.5 മില്ലിൻ്റെ താഴെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യാം. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാം. നമ്മൾ സൊല്യൂഷൻ പൊട്ടിക്കുക, ഈ ഒരു പോർഷനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്ര എമൗണ്ട് ആണോ വേണത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇൻഹൈലർ പോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് നമ്മൾ ചാർജ് ചെയ്ത് കൊടുക്കുക. ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു സൊല്യൂഷൻ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം പുറത്തോട്ടേക്ക് വരും. ആ സ്റ്റീമാണ് നമ്മൾ ഇൻഹേൽ ചെയ്തെടുക്കേണ്ടത്. കാശിക്കുട്ടൻ എന്തായാലും ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിരിക്കും, എനിക്ക് തീർച്ചയായിട്ടുള്ള ഉറപ്പുണ്ട്. അപ്പോൾ ടാറ്റാ.